ഫ്രണ്ട്സ്, ഇനി നമുക്ക് മീൻ റാഗിപ്പുട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ, കടുക് പൊട്ടിക്കാം. പിന്നെ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. 2-3 വെളുത്തുള്ളി അതും ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സ് എരിവിന് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മുളകിൻ്റെ കുത്ത് പോകുമ്പോഴത്തേക്കും നമുക്കൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും കരിവേപ്പിലയും, പിന്നെ നമ്മൾ മീൻ, ഞാനിവിടെ ട്രോട്ട് സാൽമനാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ അല്ലെങ്കിൽ കൂന്തലായിരിക്കും കൂടുതൽ ടേസ്റ്റ്, പക്ഷെ അതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ മീൻ എടുത്തു. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിക്കാം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ്. അപ്പോൾ ഇത് നമ്മുടെ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലോട്ട് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചിരകിയ കോക്കനട്ട് അല്ലേ, തേങ്ങ ചിരകിയത് ഒരു 1/2 കപ്പ് അതും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ പുട്ടുണ്ടാക്കുമ്പോൾ അതിലോട്ട് തേങ്ങ ഇടണില്ല, തേങ്ങ ഡയറക്റ്റ്ലി ഇതിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ സാധാരണ പുട്ടും കുറ്റി അല്ലെങ്കിൽ നമുക്ക് ചിരട്ടപ്പുട്ട് ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ പുട്ടും കുറ്റി എടുക്കുന്നത്. അതിലോട്ട് നമ്മൾ ആദ്യം മീൻ നമ്മുടെ പീര ഉണ്ടാക്കിയത് അതും, പിന്നെ നമ്മുടെ റാഗിയുടെ പൊടിയും, പിന്നെ കുറച്ച് തേങ്ങയും കൂടി മുകളിലിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റീം ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.